നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നേരത്തെ SSC റിലീസ് ചെയ്ത കലണ്ടർ പ്രകാരം 23-ാം തീയതി തന്നെയാണ് നമ്മുടെ CHSL നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം ആ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. നോട്ടിഫിക്കേഷന് 23/6/2025 നേരത്തെ പ്രഖ്യാപിച്ച കലണ്ടർ പ്രകാരം തന്നെ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. അന്ന് തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കിടപ്പുണ്ട് 23/6/2025 തൊട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത മാസം അതായത് ജൂലൈ 18-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു മാസത്തോളം, ഒരു മാസം തികച്ചില്ല എങ്കിലും ഏതാണ്ട് ഒരു മാസത്തോളം സമയം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ 18-ാം തീയതി കണ്ടിട്ട് നാളെ എന്ന് പറഞ്ഞ് ഇരിക്കരുത്, അങ്ങ് 18-ലേക്കൊന്നും പോകരുത്. ഒരു 10-ാം തീയതിക്ക് മുമ്പേ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അവസാനത്തെ ഒരാഴ്ച, ചിലപ്പോൾ 2 ആഴ്ച വരെയും സൈറ്റൊക്കെ എല്ലാവരും കൂടെ കയറുന്നത് കാരണം, ലോഗിൻ ചെയ്യുന്നത് കാരണം സൈറ്റൊക്കെ ബിസി ആവാനും പിന്നെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടും, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും സേവ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും പേയ്മെന്റ് നടത്താനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതിനകത്ത് ഫീസ് അടയ്ക്കാൻ ഒരു ദിവസം കൂടെ സാവകാശം കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിൽക്കരുത്. എക്സാമിന്റെ ഡേറ്റ് അതിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ടയർ 1-ന്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് വരുന്നത്. സെപ്റ്റംബർ 8 തൊട്ട് സെപ്റ്റംബർ 18 വരെ ഉള്ള ദിവസങ്ങളാണ്. ഏതാണ്ട് 10 ദിവസത്തോളം നടക്കുന്ന എക്സാംസ് ഉണ്ട്. ഒരു ദിവസം 3 ഷിഫ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഏതാണ്ട് 10 ദിവസമുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഷിഫ്റ്റിലായിരിക്കും നിങ്ങളുടെ എക്സാം വരിക. ടയർ 2-ന്റെ എക്സാം വന്നിട്ട് ഇപ്പോഴാണ് ഇതിന്റെ റിസൾട്ട്, ഇത് ക്വാളിഫൈ നേച്ചറാണ്, ഇത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക, ടയർ 2-ന്റെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക. അതിന്റെ എക്സാം പിന്നെയും അടുത്ത കൊല്ലം 2025 കിടക്കുന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, അത് കാര്യമാക്കാനില്ല. 2026-ലാണ് എന്ത് ചെയ്യുന്നത്, 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിന്റെ മെയിൻസിന്റെ എക്സാം ഡേറ്റ് കിടക്കുന്നത്, എക്സാം നടക്കുക. ഓക്കെ. അപ്പം 9-ാം മാസമാണ് എക്സാം. 2-3 മാസം സമയമുണ്ട്. നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ആവശ്യത്തിലധികമുണ്ട്. പുതുതായിട്ട് പഠിച്ചു നോക്കുന്ന ആൾക്കാർ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. പ്രിലിംസിന്റെ എക്സാമിന് നിങ്ങൾക്ക് എഴുതി ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ മെയിൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ധാരാളം ഇവിടെയുണ്ട്, അതുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ഇതൊക്കെയാണ് ആദ്യത്തെ പേജിലുള്ള ഡേറ്റ. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കിതിൽ പറയാനുള്ളത് പേ സ്കെയിലിന്റെ കാര്യമാണ്. LD ക്ലർക്കിന്റെ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, ഇങ്ങനെ 3 ലെവലിലേക്കുള്ള പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് LD ക്ലർക്കിന്റെ പോസ്റ്റിൽ പേ ലെവൽ 2 ആണ് വരുന്നത്. അതിൻ്റെ സാലറി വരുന്നത് 19,900 തൊട്ട് 63,200 രൂപ വരെ അതിന് സാലറി സ്കെയിൽ പറയുന്നുണ്ട്. ഇനി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സാലറി പേ ലെവൽ 4 ആണ് വരുന്നത്. 25,500 തൊട്ട് 81,100 വരെയും. ലെവൽ 5 ആണെന്നുണ്ടെങ്കിൽ 29,200 തൊട്ട് 92,300 രൂപയും സ്കെയിൽ പറയുന്നുണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A ആണെന്നുണ്ടെങ്കിൽ അതും പേ ലെവൽ 4 തന്നെയാണ്. 25,500 തൊട്ട് 81,100 വരെ അതിനും എന്തുകൊണ്ട് പേ സ്കെയിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും നല്ല ഒരു പേ സ്കെയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് കിട്ടാവുന്ന നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇനി വേക്കൻസിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കുക, 3,131 വേക്കൻസിയാണ് ഇപ്പം അനൗൺസ് ചെയ്ത്, ടെൻറ്റീവ് വേക്കൻസിയാണ്. ഇത് നോക്കണ്ട നിങ്ങൾ, ഇതിൽ വ്യത്യാസം ഉണ്ടാവും, ഇതിൽ കൂടാനുള്ള ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും വേക്കൻസി പറയുന്നുണ്ട്. അപ്പം അപ്ലൈ ചെയ്യാനുള്ള സൈറ്റും ആ പേജിൽ തന്നെ പറയുന്നുണ്ട്. എന്തോ പറയുന്നുണ്ട്, ssc.gov.in എന്ന വെബ്സൈറ്റിൽ, നേരത്തെ ചെയ്ത വെബ്സൈറ്റ് CGL-ലും സെലക്ഷൻ പോസ്റ്റും ഒക്കെ അപ്ലൈ ചെയ്ത അതേ വെബ്സൈറ്റ് തന്നെയാണ് ssc.gov.in. ഈ സൈറ്റിൽ കയറിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഏജ് ലിമിറ്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. 1/1/2026, അതായത് അടുത്ത കൊല്ലം കണക്കാക്കിയിട്ടാണ് ഏജ് ലിമിറ്റിൽ പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് തൊട്ടടുത്ത പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഏജ് ലിമിറ്റ് കാണാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അതായത് 1999 ജനുവരി 2-ന് ശേഷം ജനിച്ചവർ, 1999 ജനുവരി 2-ന് ശേഷവും അതുപോലെ തന്നെ 2008 ജനുവരി 1-ന് മുമ്പും ജനിച്ചവർക്കാണ്, അതായത് ഈ 2 ടൈം പീരീഡിന് ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത്. അപ്പം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2007-ലോ 2006-ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, 2000-ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏജ് ലിമിറ്റ് വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ഇത് ജനറലിൻ്റെ ഏജ് ലിമിറ്റാണ് പറയുന്നത്. നിങ്ങൾ SC/SC കാറ്റഗറി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ അപ്പർ ഏജ് ലിമിറ്റ് പ്ലസ് ഒരു 5 ഇയേഴ്സ് നിങ്ങൾക്ക് എന്തുകൊണ്ട് റിലാക്സേഷൻ കിട്ടും. അതായത് 27 എന്ന് പറയുന്നുണ്ട് എങ്കിലും 27 + 5 32 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്
സാധിക്കും. ഇനി OBC കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ 3 കൊല്ലത്തെ റിലാക്സേഷൻ പറയുന്നുണ്ട്. അതായത് ഈ അപ്പർ ഏജ് ലിമിറ്റിലാണ് നമ്മൾ ഏജ് റിലാക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. 27+3 30 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഏജ് ലിമിറ്റ്. ഇത് SSCക്ക് മാത്രമല്ല, ബാങ്കിനാണെങ്കിലും PSCക്ക് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ശരി, ഏത് ഗവൺമെന്റ് പോസ്റ്റിലേക്കുള്ളതാണെങ്കിലും ശരി, ഇതാണ് ഏജ് റിലാക്സേഷൻ വരിക. SC ST ആണെങ്കിൽ 5 കൊല്ലവും OBC ആണെങ്കിൽ 3 കൊല്ലവും വരും. ജനറലുകാർക്ക് ഈ ഏജ് ലിമിറ്റ് തന്നെ വന്നാൽ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഈ പേജിൽ പറയുന്നുണ്ട്. റിലാക്സേഷൻ ബാക്കി എക്സ് സർവീസ്മെന്റെയും PWD കാൻഡിഡേറ്റിന്റെയും ഒക്കെ ഏജ് റിലാക്സേഷൻ ഇവിടെ വളരെ വിശദമായിട്ട് വളരെ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്ത 10ാമത്തെ പേജിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പേജിലാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓക്കെ, ഗ്രേഡ് A, അത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫേഴ്സും ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇതിൽ വരുമ്പോഴത്തേക്കും 12th പാസ്സായിരിക്കണം. 12th പാസ്സാവുന്നത് ഏതിലാണ്, നമ്മുടെ സയൻസ് സ്ട്രീമിൽ മാത്സ് സബ്ജക്റ്റായിട്ട് എടുത്തിട്ട് 12th പാസ്സാവുന്ന ആൾക്കാർക്കാണ് അതിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ LDC JSA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ +2 പാസ്സായാൽ മതിയായിരിക്കും. അത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും വിഷയമല്ല, +2 പാസ്സായിട്ടുണ്ടായാൽ മതിയാകും അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഈ ക്വാളിഫിക്കേഷൻ നേടേണ്ടത് എന്താണ്, 1/1/2026, അതായത് അടുത്ത കൊല്ലത്തിനകം എന്ത് ചെയ്താൽ മതി, ഈ ക്വാളിഫിക്കേഷൻ നേടുന്ന തരത്തിലാണ്. അതായത് ഇപ്പം റിസൾട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ റിസൾട്ട് വന്ന ആൾക്കാർക്കും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്കും അടുത്ത ഒരു പേജിൽ ഇതിന്റെ ആപ്ലിക്കേഷന്റെ ഫീസിനെ പറ്റി പറയുന്നുണ്ട്. 100 രൂപ തന്നെയാണ് ഫീസായിട്ട് വരുന്നത്. CGLന് നമ്മൾ ഇതേപോലെ 100 രൂപ കൊടുത്തിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഈ 100 രൂപ കൊടുക്കേണ്ടാത്ത ചില കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ SC ST കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും പിന്നെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കും എക്സ് സർവീസ്മെന്റിനും എന്താണ് ഈ ഒരു പേയ്മെന്റ് എന്നിട്ട് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കിയുള്ളവർക്ക് 100 രൂപ ഫീസേ ഉള്ളൂ. 100 രൂപ വളരെ ചെറിയൊരു തുകയാണ്. ഒരു ഇത്രയും വലിയൊരു അവസരം വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു തുകയാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഡേറ്റ വളരെ വിശദമായി അതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്ലൈ ചെയ്യാനുള്ള ടൈം പീരീഡ് നമ്മൾ ആദ്യമേ നോക്കിയത് തന്നെയാണ്. ഇനി 2 ടയറുകളായിട്ടാണ് എക്സാം നടക്കുക. ടയർ 1 ഉണ്ടാവും. ടയർ 1 കഴിഞ്ഞതിന് ശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടയർ 2ന്റെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ ടയർ 1 ഏതൊക്കെ പേപ്പർ ഉണ്ടെന്നുള്ള കാര്യത്തിനെ പറ്റി വളരെ വിശദമായി നോക്കാം. ടയർ 1 നേരത്തെ പോലെ CGL പോലെയും അല്ലെങ്കിൽ സെലക്ഷൻ പോസ്റ്റ് പോലെയൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ടയർ 1 4 പേപ്പർ ഉണ്ടാവും. നമ്മളെ പതിവ് പോലെ ഇംഗ്ലീഷ് ഉണ്ടാവും, അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ഉണ്ടാവും, പിന്നെ QA ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, പിന്നെ ജനറൽ അവയർനെസ്സും ഉണ്ടാവും. ഇതിൽ ഓരോന്നിനും 25 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്ക് ഉണ്ടാകും. അങ്ങനെ 4 സെക്ഷനിലും 50 മാർക്ക് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ മൊത്തം 200 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. 100 ക്വസ്റ്റ്യനും 200 മാർക്കും, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട്. അങ്ങനെ 1 മണിക്കൂർ നീളുന്ന പരീക്ഷയായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ ഒരു കട്ട് ഓഫ് പറയും. ഇത്രയും ഷിഫ്റ്റുകളായിട്ട് എക്സാം നടത്തിയിട്ട് അതിലൊരു മോഡറേഷൻ ഒക്കെ കൊടുത്തിട്ട് കട്ട് ഓഫ് പറയും. അതിൽ ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ടയർ 2ന്റെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ടയർ 2ന്റെ എക്സാം എഴുതുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, അതുപോലെ തന്നെ 4-1 മാർക്ക്, അതായത് അര മാർക്ക് വെച്ചിട്ടാണ് നെഗറ്റീവ് മാർക്ക് വരിക. അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവത്തില്ല. അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ തെറ്റി പോവുകയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവത്തുള്ളൂ. അപ്പം ടയർ 1 ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ടയർ 2ന്റെ എക്സാമിലേക്ക് വരാം. ടയർ 2ന്റെ എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ പേപ്പറുകളൊക്കെ തന്നെയാണ് അവിടെയും ഉണ്ടാവുക. അതായത് മാത്സിന്റെ പേപ്പർ ഉണ്ടാവും, റീസണിങ്ങിന്റെ പേപ്പർ ഉണ്ടാവും. മാത്സും റീസണിങ് കൂടെ ഒരു സെക്ഷനായിട്ടാണ് നടത്തുക. ആ സെക്ഷനകത്ത് 30 ക്വസ്റ്റ്യൻ വെച്ചിട്ട് മൊത്തം 60 ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉണ്ടാവുക. 30 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് ഇത്തവണ 3 മാർക്കാണുള്ളത്. ടയർ 1ന്റെ എക്സാമിന് 2 മാർക്കാണ് ഉണ്ടായിരുന്നത് ഒരു ക്വസ്റ്റ്യന്, ഇത്തവണ 3 മാർക്കാണുള്ളത്. അങ്ങനെ 60 × 3 180 മാർക്കിനാണ് ആ മാത്സും റീസണിങ്ങും ഉള്ള സെക്ഷൻ നടക്കുക. അതിലേക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം ഉണ്ടാവും. ഇനി സെക്ഷൻ 2ലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ് ഉള്ളത്. ഇംഗ്ലീഷിൽ അതിൽ 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. GKക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ മൊത്തം 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് 180 മാർക്കിനാണ് സെക്ഷൻ 2 ഈ ഇംഗ്ലീഷും GKയുടെയും എക്സാം നടത്തപ്പെടുക. 1 മണിക്കൂർ സമയമാണ് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ സെക്ഷൻ 3ലേക്ക് വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിന്റെ ടെസ്റ്റാണ് ഉണ്ടാവുക. ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് 45 മാർക്കിനാണ് അതിന്റെ ആ ഒരു സെക്ഷൻ നടത്തപ്പെടുക. അതിന് 15 മിനിറ്റ് സമയമാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ സെക്ഷനകത്ത് എന്തുകൊണ്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ടൈപ്പിംഗ് ആണ് സ്കിൽ ടെസ്റ്റ് ആയിട്ട് നടത്തുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിയാമായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് പറയുക. അതിനെപ്പറ്റിയുള്ള ഡേറ്റയൊക്കെ ഇവിടെ വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്.
ടൈപ്പിംഗ് ടെസ്റ്റിനെ പറ്റി ഉള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി വിവരങ്ങളൊക്കെ PDF തന്നെ വളരെ വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ടൈപ്പിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും സ്കിൽ ടെസ്റ്റ് നടത്തി അത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ ഫൈനൽ ലിസ്റ്റിലേക്ക് പരിഗണിക്കത്തുള്ളൂ. ഈ സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് എന്നുള്ളത് ക്വാളിഫൈ നേച്ചറാണ്. നിങ്ങളത് ടൈപ്പ് ചെയ്ത് പാസ്സായാൽ മാത്രം മതിയാകും. ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ സ്പീഡിനെ പറ്റിയൊക്കെ പേജ് നമ്പർ 19 വളരെ വിശദമായി പറയുന്നുണ്ട്. സ്കിൽ ടെസ്റ്റ് DO ഗ്രേഡ് A പോസ്റ്റിലേക്കാണ് വരുന്നത് എങ്കിൽ 3700 തൊട്ട് 4000 കീ ഡിപ്രഷനാണ് നിങ്ങൾക്ക് സ്പീഡ് വേണ്ടത്. അതുപോലെ തന്നെ പാർട്ട് ബി, അതായത് DO ഗ്രേഡ് Aയിൽ 8.1 മെൻഷൻ ചെയ്യാത്ത അതിൽ കീ ഡിപ്രഷൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2000 മുതൽ 2200 വരെ കീ ഡിപ്രഷനാണ് അതിൽ സ്പീഡ് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവർ തന്നിരിക്കുന്ന പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് നോക്കുക. ടൈപ്പ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പീഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതുവഴി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. തുടക്കത്തിൽ ഉണ്ടാവില്ല, നിങ്ങളൊരു 2-3 മാസമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ലെവലിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഈ ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുക. അത് ഇവിടെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ് വേണ്ടത്. രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തിൽ മതിയാകും, നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിഞ്ഞാൽ മതിയാകും. ഇനി അടുത്ത ഒരു പേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 20 തൊട്ട് സിലബസിനെ പറ്റി വളരെ വിശദമായ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെയും ജനറൽ ഇൻ്റലിജൻസിൻ്റെയും QAയുടെ ഒക്കെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ CGL നിന്ന് കൊടുത്ത അതേ സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സെലക്ഷൻ പോസ്റ്റ് ആണെങ്കിലും ശരി, CGL ആണെങ്കിലും ശരി, CHSL ആണെങ്കിലും ശരി, ഇനി വരാൻ പോകുന്ന MDS ആണെങ്കിലും ശരി, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെയും ടയറിൻ്റെയും എണ്ണത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ MDSന് പഠിക്കുക, CHSLന് വേറെ കോഴ്സ് അങ്ങനൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. CGLൻ്റെ പഠിക്കുക. CGL പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നടത്തുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ടെക്നിക്കൽ പേപ്പർ അല്ലാത്തുള്ള എല്ലാ എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സിലബസും കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് CGL കണക്കാക്കി പഠിക്കുക. CGL കണക്കാക്കി പഠിച്ചു കഴിഞ്ഞാൽ CGL എഴുതാൻ പറ്റും, CHSL എഴുതാൻ പറ്റും, MDS എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം GD വിളിക്കും, കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള, ഡൽഹി പോലീസിലേക്കുള്ളതൊക്കെ വിളിക്കും. അതിനും എല്ലാത്തിനും ഏതാണ്ട് ഒരേ സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പം ഇത്രയും എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ 2-ാം തീയതി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സാംസും ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കൊല്ലം വരുന്ന എക്സാംസും ഒക്കെ കണക്കാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ഈ എക്സാമിനും അടുത്ത് വരുന്ന എക്സാംസിനും ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.